ഇതുപോലത്തെ ഒരു ലവ് ലെറ്റർ ഞാൻ എൻ്റെ കരിയറിൽ വായിച്ചിട്ടില്ല. അത്ര കടികളാണ് ടീച്ചർ. ആ തന്നെ തന്നെ വായിച്ചു നോക്കും. നമുക്ക് സിറ്റിയിൽ പോയി രാപാർക്കാം. നട്ടുച്ചക്ക് എഴുന്നേറ്റ് ബൺമസ്കയും ഇറാനി ടീയും കുടിക്കാൻ പോവാം. ദേവിക വായിച്ചായിരുന്നോ? 2 വരി വായിച്ചപ്പോൾ തന്നെ ഞാൻ നിർത്തി മിസ്സേ. എന്തോ കൊലവരിയോ കാൽവരിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ. ക്ഷേത്രം. അപ്പൊ തന്നെ ഞാൻ നിർത്തി. അത് കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കവി അങ്ങനെ പലതും ഉദ്ദേശിച്ചു. മിസ്റ്റർ അർജുൻ, പവി ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. ഇല്ല മിസ്, ഇനി ഇവൻ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനമാണ് ഏർപ്പെട്ടില്ല. ദേവിക, ഇത്തവണത്തേക്ക് ഒരു വാർണിംഗ് കൊടുത്തു വിടാം. അതുപോലെ ഓക്കെ മിസ്. പോടാ. അതെ, താന്ന് പുറത്തേക്ക് വന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനുവിന് ഇനി റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. സോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കേസായോ? സോറി, ഞാൻ ഒരു അഡ്വക്കേറ്റ് അപ്പോൾ ഫ്ലോയിൽ വന്നതാണ്. താൻ അർജുൻ PSC പെട്ടെന്ന് ലിസ്റ്റ് പേരൊക്കെ വരും. അതല്ല, താൻ പവിയുടെ ആരാ? ചേട്ടൻ ഹേളി മാനേജ് ആയിരുന്നേ, പക്ഷേ എല്ലാം വരെ ലേറ്റായി. ആ അതിലാവട്ടെ. അനുവിൻ്റെ കുറച്ച് സാധനങ്ങൾ പവിയുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്കൊക്കെ തിരിച്ചു വേണം. സോ വാട്സപ്പ് നമ്പർ തന്നാൽ ഞാൻ സാധനങ്ങളിൽ ലിസ്റ്റ് അയക്കാം. ഓക്കെ. ക്രയോൺസ് പച്ച 4, ചുമല 2, മഞ്ഞ 3. ഇതൊക്കെ എവിടെ? ചേട്ടനല്ലേ PSC പഠിത്തം നിർത്തുക, ആർട്ട് മ്യൂസിയം തുറന്നു പറഞ്ഞ് വരയ്ക്കാൻ എടുത്തോണ്ട് പോയില്ലേ? അവളുടെ അവളുടെ ആയിരുന്ന ID കാർഡ് 1, ചോറ്റുപാത്രം വിത്തടപ്പ് 1. എടാ, നിനക്ക് സ്വന്തമായിട്ട് ചോറ്റുപാത്രം ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ അവളുടെ മേടിക്കണേ? അതൊരു ഓർമ്മയ്ക്ക് വേണ്ടി മേടിച്ച. നീ വല്ലതും അവൾക്ക് മേടിച്ചു കൊടുത്തണ്ട. ഹലോ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഞങ്ങൾക്കും കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ട്. നിങ്ങളുടെ എന്ത് സാധനം? 3 ജോഡി ഗപ്പി. നിങ്ങളുടെ കപ്പിയും കുപ്പിയൊന്നും ഇവിടെ ഇല്ല. അവിടെ ഇല്ലെന്നുള്ളവരാണ്. അതവിടെ തന്നെ ഉണ്ട്. കേസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു മിനിറ്റ്. ഹലോ, ഇവിടുത്തെ ഒരു ഉരുളി മിസ്സിംഗ് ആണല്ലോ. ഇത് വലിയ ശല്യമായല്ലോ. ഹലോ, ഇനി വീട്ടിൽ ആകെ ആധാരം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ അതിനൊന്നല്ല വിളിച്ചത്. എനിക്കൊരു PA വേണം. തൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? PA? എന്ത് സാലറി കൊടുക്കും? ഒരു 15,000 ഒക്കെ കൊടുക്കാം. 15,000 ഒക്കെ കാര്യം വരാനാണ്. അർജുൻ എന്താ ഈ വെളുപ്പം കാലത്ത്? ഞാൻ PA ആയിട്ട് ജോയിൻ ചെയ്യും. കോടതിയിലേക്ക് ഇറങ്ങാം. ഈ വയസ്സത്തിൽ ബ്ലാക്ക് കൺഫ്യൂസ്ഡ്. സോറി. കുടിക്ക്. ഇനിയും തല്ലുണ്ടാക്കാൻ ആരോഗ്യം ഉണ്ടാവണ്ടേ? ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കള്ളം കുടിച്ച് ഭാര്യനെ പിള്ളേരൊക്കെ തല്ലണവർ ഇങ്ങനെ ഞങ്ങൾ ഡീൽ ചെയ്യാറ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളങ്ങനെ പലതും ചെയ്തതാണ്. നമ്മൾ അവിടെ പോയി നിന്നില്ല. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് പ്രൊഫഷണൽ ആയിട്ട് വേണ്ടേ ഡീൽ ചെയ്യാൻ. കവിക്ക് ലവ് ലെറ്റർ എഴുതി കൊടുത്തത് താനാണല്ലേ? അതെനിക്കെന്നാ കത്ത് വായിച്ചപ്പോഴേ മനസ്സിലായി. പെണ്ണ് കിട്ടാത്ത ഏതോ 90s കിഡ് എഴുതിയതാണ്. പിന്നെ മറ്റേ ഭവനവേദനത്തിന് വന്ന ആ ഒരു കക്ഷിയുടെ കംപ്ലൈൻറ്റ് ലെറ്ററിൽ കോരിച്ചൊരിയുന്ന നിശാസന്ധിയിൽ ഒറ്റയ്ക്ക് തിന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് കൺഫേം. MA മലയാളം. നല്ലതാ. ഇനി എന്തെങ്കിലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്തോളാം. അധികമില്ലേ? ഇനി താൻ എന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന പോലെയുള്ള അസിസ്റ്റന്റ് പണികൾ മാത്രം ചെയ്താൽ മതി. അതെ, ജ്യൂസ് കുടിക്കും, എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കും. നമ്മൾ ഡിവോഴ്സ് ആക്കി വിട്ട കപ്പിൾസ് അല്ലേ ലവ് ബേർഡ്സ് ആയിട്ട് പോകുന്നത്? പിന്നെ ഒന്നിച്ചോ? ഞാനേ അവൻ ഇങ്ങോട്ട് വിളിക്കാം. നമുക്ക് 2 പേർ കൂടി കമ്പൈൻഡ് ആയിട്ട് ഉപദേശിക്കാം. ഇന്നിപ്പം ഇവിടെ അയാൾക്ക് പക്ഷെ 2 അടി കിട്ടണ്ടായിരുന്നു കേട്ടോ. അവനല്ല, ഞാൻ കൊടുത്തോളാം. അവനല്ല, മറ്റേ ആൾക്ക്. അതല്ലേ ഞാൻ 2 അടി കൊടുത്തത്. പിന്നെ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് പോകുമ്പോൾ ഇതുപോലെ തല്ലേസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാലറി കൂടാതെ സ്പെഷ്യൽ അലവൻസും വേണം. ആലോചിക്കാം. ആലോചിച്ചിട്ട് നാളെ പറഞ്ഞു. ശരി, അപ്പോൾ ഓക്കെ, നാളെ കാണാം. ഇതാണല്ലോ അവൻ്റെ 5 മണിയുടെ ട്യൂഷൻ. എന്താ പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞേ? നീ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് താനെന്നൊരു കള്ളസാക്ഷി പറയണം. സംഭവം എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. എന്താണ് മൊഴിയെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ബൈ ഹാർട്ട് ചെയ്ത് സെറ്റ് ആയിക്കോളാം. പിന്നെ സാലറി കൂടാതെ എനിക്ക് സ്പെഷ്യൽ ബോണസും വേണം. താൻ കള്ളസാക്ഷി പറയേണ്ടത് കോടതിയിലല്ല, പിന്നെ ആ വരുന്ന ആളോടാ. എൻ്റെ അച്ഛനാ മാധവൻ നമ്പി.
ഡാൻസറാ? ഇല്ല, റിട്ടയർഡ് SI ആണ്. അച്ഛൻ പെട്ടെന്ന് എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ നോക്കി. എനിക്കിപ്പോൾ കല്യാണത്തിൻ്റെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു റിലേഷൻഷിപ്പിലാന്ന് കള്ളം പറഞ്ഞു. അടിപൊളി. അച്ഛനവിടെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാനാ വന്നെ. എവിടെ? തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ടല്ലോ ഒരു 2 കൊല്ലം. 2 വർഷം, 2 years. അർജുൻ ജോലി വല്ലതും ഉണ്ടോ? വെൽ, ഐ ആം എ PSC enthusiast. ഓൾസോ പാർട്ട് ടൈമായിട്ട് ദൈവോടൊപ്പം PA ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. PSC enthusiast? എനിക്ക് മനസ്സിലായില്ല. ലിസ്റ്റിൽ പേരുണ്ടോ? അച്ഛൻ്റെ പേര് 1-2 ലിസ്റ്റിലുണ്ട് അച്ഛൻ. Yeah, so many lists got confused. തുറന്നു പറയുന്നതുകൊണ്ട് അർജുൻ വിചാരിക്കരുത്, എനിക്ക് റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. എൻ്റെ സണ്ണിലോ ഒരു എഞ്ചിനീയറോ ഡോക്ടർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്കിളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണ്. എന്നെ പോലെ സെറ്റിലാവാത്ത ഒരാളെക്കാളും ബെറ്റർ ഓപ്ഷൻ അങ്കിൾ ഈ പറഞ്ഞ എഞ്ചിനീയറും ഡോക്ടറൊക്കെ തന്നെ. ബട്ട് അങ്കിൾ, ദൈവന് എന്താ വേണ്ടിയെന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഈവൻ അങ്കിൾ പോലും. അങ്കിൾ എൻ്റെ കാര്യം വിടൂ, ഇൻഡിപെൻഡൻ്റായി ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യൻ വനിതയാണ് ദൈവം. ഇപ്പോൾ കല്യാണം വേണമെന്നുള്ള അങ്കിളുടെ ഡിസിഷൻ വേണ്ടെന്ന് നോക്കാൻ ദൈവനെ കൊണ്ട് സാധിക്കും. ബട്ട് സ്റ്റിൽ അങ്കിളുടെ ഡിസിഷൻ അവൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അവൾ തയ്യാറാവുന്നുണ്ട്. പക്ഷെ അങ്കിൾ സോ സാഡ്. നിനക്ക് ഇനിയും ടൈം വേണോ? ഞാൻ കൺവിൻസ്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ടൈമല്ലേ, അത് തരാൻ ഞാൻ ഓക്കെ ആണ്. പക്ഷേ ദേവിക നാളെ അർജുന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ അവളുടെ ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ ദേവ് എന്ന് വിളിച്ചാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അജു എന്ന് വിളിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓഹോ, നോക്കി 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 ഹോംവർക്ക് കാണിച്ചോ? ഇവരുടെ 5 മണിയുടെ ട്യൂഷൻ ഞാൻ തീർത്തു കൊടുക്കും. ഹോസ്റ്റലിൽ കൊള്ളാലേ, ഇത്തരം കൂടുതലാന്ന് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അങ്ങള് വിചാരിക്കണത് ഞങ്ങൾ തമ്മിലൊന്നുമില്ല. ആ, ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിന് വന്നു. ആദ്യം ഞാൻ വിചാരിച്ച പവിയ റെഡ് ഫ്ലാഗ് എന്നാ. അതാ ഞാൻ കംപ്ലൈന്റ് ചെയ്തത്. റെഡ് ഫ്ലാഗോ? പക്ഷെ എനിക്കിപ്പോൾ അറിയാം പവിയ ഒരു പ്യുവർ ഗ്രീൻ ഫ്ലാഗ് ആണ്. അല്ല, അത് ചേട്ടനൊന്നും പറയണ്ട, ഞാൻ കുറച്ച് പ്രൈവസി ഉണ്ട്. അല്ല. വാവനു പിള്ളേരെ ഉപദേശിക്കാൻ പോയിട്ട് എന്തായി? പിള്ളേർ പാർട്ടിക്കാരാന്ന് തോന്നണ്ടട്ടാ. പച്ചക്കൊടി ചുവന്നൊടി എന്നൊക്കെ പറയണ്ടായിരുന്നു. അവരെന്തായാലും നമ്മൾ ഉദ്ദേശിച്ച അത്ര കുഴപ്പക്കാരൊന്നുമല്ല. നമ്മളല്ല, ഇയാൾ ഒറ്റയ്ക്ക്. എന്നാലും ഇപ്പോഴത്തെ പിള്ളേർ ധൈര്യം സമ്മതിക്കണ്ടേ? അർജുന ഈ പ്രായത്തിൽ എന്ത് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു? ഈ പാൻറ്റിൻ്റെ മേലെ അണ്ടർവെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർമാനെ പോലെ പറക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഞാൻ പുറത്താ. ഇല്ല, അർജുനുണ്ട്. ആ, അർജുന് ഫോൺ കൊടുത്തേ. ആ, ഹലോ അങ്കിൾ. ആ അർജുൻ, എന്ത് പറയുന്നു എൻ്റെ PSC enthusiasm ഒക്കെ? 1-2 ലിസ്റ്റിലൊക്കെ പേരുണ്ട്. പിന്നെ ഈ കല്യാണത്തിന് മുന്നേ ഉള്ള കറക്കമൊക്കെ ശരിക്കും എൻജോയ് ചെയ്തോ? ഇതൊന്നും പിന്നെ കിട്ടില്ല. ഓക്കെ 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 മോനെ, ബൈ. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. എന്ത് കൊന്തേ? അച്ഛൻ എന്താന്ന് അറിഞ്ഞൂടാ, അർജുന ഭയങ്കരമായിട്ട് ബോധിച്ചിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും ചോദിക്കും. തെറ്റു പറയാൻ പറ്റില്ല. എന്നെ പോലെ സുന്ദരനും സൽഗുണനും സർവോപരി. മതി മതി മതി. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? സീരിയസ് ആണെങ്കിൽ ചോദിച്ചോ. അച്ഛനായിരുന്നല്ലോ ഹൈക്കോടതി. പുള്ളി വിധി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ കേസ് ലീഗലാക്കിയാലോ എന്നൊരാലോചന. ഈ കേസിന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി. അർജുൻ രാജശേഖരനെ എൻ്റെ അച്ഛൻ റിട്ടയർഡ് SI മാധവൻ തമ്പിയുടെ അടുത്ത് ലിസ്റ്റിലൊക്കെ പേരുണ്ടെന്ന് കള്ളം പറഞ്ഞതിൻ്റെ വിധി എന്താവെന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്താ പുള്ളി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്തോണ്ട് വീശു. ഇതെന്തോ
സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലിക്ക് കയറിക്കോ മോനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഞാൻ വിചാരിച്ച തൻ്റെ PSC കൂടായിപ്പാന്നാ. അതാ ഒറിജിനൽ ആണല്ലേ. യെസ്, ദ റിയൽ ഓച്ചി. എന്നാ ജോയിനിങ്? ഉടനെ. ഓ, അപ്പോൾ ഇവിടുന്ന് റിട്ടയർ ആവുകയാണ്. റിട്ടയർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. വേണ്ട, എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. ഇത് തല്ലുണ്ടാക്കിയിട്ട് അറിയാത്. പോവാം. ചേട്ടനാ ചേച്ചി വളയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇറക്കുക. നീ നേരത്തെ ചോദിച്ച പോലെ ഈ സമൂസയിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, കാലറി ഉണ്ട്, അമ്മാതിരി സാധനങ്ങളൊക്കെ ചോദിച്ചാൽ മതി. ഈ വളയൂല എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ എന്നോട് പറയാം. പോയി ഇതാണ് ഞാൻ തന്നോടൊന്നും പറയാം. കുറേ എന്തോ ഹലോ, എനിക്കൊരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അർജുൻ എവിടെയാ? ഞങ്ങളിത് ജസ്റ്റ് പവിയായിട്ട് ചായ കുടിക്കാൻ അറിയാം. ഇയാളെവിടെയുണ്ട്? ഞങ്ങളങ്ങോട്ട് വരാം. ഇല്ല, കുഴപ്പമില്ല. അർജുൻ എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. അന്നാ വൈറ്റിലേക്ക് വാ, ചായ പിടിയാ. ഓക്കെ. ആ ശരി. ആരാണ്? എന്തിനാ? ചുമ്മാ ചോദിക്കാൻ മതി. ഇവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാടിക്കയറി വന്നതാ. എന്തായാലും ഒന്ന് കഴിക്കാൻ വേണ്ടേ? അനുവിന് പഴംപൊരിയില്ലേമോ ഇഷ്ടം? എന്താ സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടെന്ന്? മാറിയിരിക്കാം. അതാ നല്ലത്. എന്തുപറ്റി? കള്ളുടിയും പിന്നെ പ്രശ്നം ഉണ്ടാക്കിയ? അയാൾക്കല്ല, എനിക്കാ പ്രശ്നം. ഇയാൾക്ക് എന്താ പ്രശ്നം? തനിക്കറിയാലോ, പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കള്ളം. ആളുടെ പേരൊക്കെ ചോദിച്ചപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ നടക്കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. തൻ്റെ പേരാ മനസ്സിൽ വന്നത്. അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ? ഞാൻ പറഞ്ഞു തീർന്നില്ല. നീ ഇയാളെ പറഞ്ഞു തീർക്ക്. ഞാൻ വിചാരിച്ച പോലെ അല്ല. അച്ഛന് തന്നെ ഭയങ്കര ഇഷ്ടം. അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കും. ഇനി പറയാനൊന്നും പറ്റില്ല. കുഴപ്പം ആയിരുന്ന തോന്നണം. സെറ്റായോ? ഈ കാര്യത്തിൽ ചേട്ടന് വലിയ സ്കില്ലൊന്നും ഇല്ല. പിന്നെ ചേച്ചിയിലാണ് എനിക്ക് ഹോപ്പ്. അപ്പൊ നമ്മളോ? കാര്യമൊക്കെ പിന്നെ നമ്മളാരും വീട്ടിൽ അവതരിപ്പിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു പഴംപൊരി കൂടെ പറയട്ടെ? എൻ്റെ ഇത് കഴിഞ്ഞിട്ട് മതി.